ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത്, നീയും ഒരു പത്രോസും പൗലോസിനെ പോലെ നീയും നിൻ്റെ ജീവിത സാഹചര്യത്തിലായിരിക്കുക, ആകാൻ സാധിക്കുമോ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. കർത്താവ് ഈ ഭൂമി ജീവിതകാലത്തിൽ കർത്താവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു സ്ലീഹയാണ്. രണ്ട് സ്ലീഹന്മാരിൽ ഒരു സ്ലീഹയാണ് പത്രോസ് അല്ലെ. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പത്രോസ് സ്ലീഹ നമ്മൾ കാണുന്നുണ്ട്. യേശു വിളിച്ച നിമിഷം തൻ്റെ വള്ളവും വലയെല്ലാം ഉപേക്ഷിച്ച്, ഒരു മുഖവനായി ജീവിച്ചവൻ തൻ്റെ വള്ളവും വലയെല്ലാം ഉപേക്ഷിച്ച്, സ്വന്തമായിട്ട് എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് അങ്ങനെ മരണം വരെയും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച് അവർക്ക് രക്തസാക്ഷിയായി മാറി സ്വർഗത്തിൽ എത്തിയിരിക്കുന്ന ഇത് പത്രോസിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോ പറയുന്നത്, നീ എന്നെ അനുഗമിക്കുന്നുവോ? കർത്താവ് ചോദിക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണ്. നമ്മൾ ഓരോരുത്തരും യേശുവിനെ അറിഞ്ഞിരിക്കുന്ന, യേശുവിൻ്റെ വചനം വായിക്കുന്ന, യേശുവിനെ ഇഷ്ടമുള്ള എല്ലാവരും ക്രിസ്ത്യാനികളാണ്. ക്രിസ്തുവിനെ അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ അനുകരിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ വചനങ്ങൾ ഇഷ്ടപ്പെടുന്നവൻ തീർച്ചയായിട്ടും യേശുവിനെ അനുകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ദിവസം തീർച്ചയായിട്ടും ഈ പത്രോസ് പൗലോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്, നീ അവരെ പോലെ, ഈ സ്ലീഹന്മാരെ പോലെ എന്നെ സ്നേഹിക്കുന്നോ? ഈശോ ചോദിക്കുകയാണ്. പത്രോസിനോട് കർത്താവ് ഇടയ്ക്ക് ഇതേ ഒരു ചോദ്യം നടത്തിയിട്ടുണ്ട് അല്ലേ. ശീഹന്മാരുടെ ഇടയിൽ പത്രോസിനെ മാത്രം വിളിച്ചു വരുത്തി കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ എല്ലാവരെക്കാളും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് എന്താണ് ഉത്തരം കൊടുത്തത്? പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നീ അത് അറിയുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള സ്നേഹം. ഒരു പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതാണ്. ഈ പത്രോസിനോട് കർത്താവ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് ദൈവമായിരുന്നല്ലോ. പത്രോസിൻ്റെ ഉള്ളിലുള്ള എല്ലാം അറിയാവുന്ന ദൈവം പത്രോസിന് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനായിരിക്കും ഒരുപക്ഷെ ചോദിച്ചത്? ഞാനത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരുപക്ഷെ പത്രോസിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവിനെ ആ ഒരു സമയത്തുള്ള സ്നേഹത്തിൻ്റെ കുറവുണ്ടായിരിക്കാം. അതിനെ പരിഹരിക്കാനാണ് ക്രിസ്തു പത്രോസിനോട് അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ കാണുന്നു. എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, പത്രോസിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനേക്കാൾ ഉപരിയായിട്ട് എന്ത് വ്യക്തികളെയോ സ്ഥാനങ്ങളെയോ അവസ്ഥകളെയോ ഒരുപക്ഷെ പത്രോസ് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പത്രോസിനോട് ഈശോ ചോദിക്കുന്നത്, നീ എല്ലാവർക്കും അധികമായി സ്നേഹിക്കുന്നു. ആദ്യമേ പത്രോസ് തുറന്നു പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ സ്നേഹിക്കുന്നത് അങ്ങേക്ക് അറിയാമല്ലോ. രണ്ടാമത്തെ വീണ്ടും ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. അത് മനസ്സിലാക്കിയ കർത്താവാണ് മൂന്നാമത്തെ ചോദ്യത്തിൽ, എൻ്റെ ശിഷ്യനായ പത്രോസ് എനിക്ക് യഥാർത്ഥ ഉത്തരം തരും എന്നുള്ള പ്രതീക്ഷയിലാണ് കർത്താവ് മൂന്നാമത്തെ ചോദിക്കുന്നത്, പത്രോസ്, നീ എല്ലാവരെക്കാളും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പത്രോസ് പൊട്ടിക്കരയുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. പത്രോസിൻ്റെ മനസ്സ് അത്ര ചെറുതാണ്. കർത്താവിൻ്റെ ഹൃദയത്തെ തുറന്നു വെക്കുന്ന പത്രോസ് നമ്മൾ കാണും. കർത്താവ് എൻ്റെ ഹൃദയം അങ്ങ് കാണുന്നുണ്ട്, എന്നെ പൂർണ്ണമായി അങ്ങേക്കറിയാം, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ടെന്നും അങ്ങേക്കറിയാമെന്ന് പറഞ്ഞ് പത്രോസ് ക്രിസ്തുവിന് മുമ്പിൽ ആ ഒരു സ്നേഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ ഒറ്റ ചോദ്യത്തിൽ കർത്താവ് പിന്നെ പറയുന്നത്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുമെന്ന് പറഞ്ഞ് പത്രോസിനെ ഏൽപ്പിക്കുകയാണ് സഭയെ അല്ലേ. തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പത്രോസിൻ്റെ ജീവിതം ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. പത്രോസിൻ്റെ ഇത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതവും ഒരുപക്ഷെ പത്രോസിൻ്റെ ജീവിതമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്നതാണ് അവസാനം പത്രോസ് വിശ്വാസത്തെ പരീക്ഷിക്കുന്ന രംഗമൊക്കെ കാണുന്നുണ്ട്. കടൽക്ഷോഭമുള്ള അല്ലെങ്കിൽ കടലിൽ കർത്താവ് വള്ളത്തിൽ നിന്നുകൊണ്ട് നീ കരയിൽ നിൽക്കുന്ന പത്രോസിനോട് നീ കടന്ന് എൻ്റെ അടുക്കിലേക്ക് നടന്നു വരാൻ പറയുമ്പോൾ പത്രോസ് ആ ഒരു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്വനിയുടെ ആ ശക്തിയുടെ ആ പ്രഭാവത്താൽ അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ദൈവസ്നേഹം കൊണ്ട് പത്രോസ് കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ആർത്തിരമ്പെന്ന കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു നീങ്ങുന്ന പത്രോസിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ക്രിസ്തുവിൻ്റെ കണ്ണിലേക്കുള്ള കാഴ്ച കണ്ണ് വിടുകയും പെട്ടെന്ന് കടലിലേക്ക് തൻ്റെ ശ്രദ്ധ വരികയും ചെയ്യുമ്പോൾ താന്നു പോകുന്ന രംഗവും നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കർത്താവ് കൈനീട്ടി പത്രോസിനെ ആ കടലിൽ നിന്ന് രക്ഷിക്കുന്ന രംഗവും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെ എന്നെ സ്പർശിച്ച മറ്റൊരു കാര്യം, പത്രോസ് ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. കുരിശിൻ്റെ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്, മറ്റുള്ള ശിഷ്യന്മാരെല്ലാം വിട്ടുപോയിട്ടും പത്രോസ് വിട്ടുപോകുന്നില്ല. പത്രോസിന് ആ സ്നേഹം, തൻ്റെ കർത്താവിനോടുള്ള സ്നേഹം അത്ര വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി പത്രോസ് ഇങ്ങനെ കർത്താവിനെ പിൻഗമിക്കുന്നുണ്ട്. പിൻഗമിച്ച് അവസാനം കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം നൽകുവാൻ പത്രോസിന് ദൈവം ഒരു അവസരം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ്, നിനക്ക് അവനെ അറിയുമോ, നീ അവൻ്റെ കൂടെ ഉള്ളവനല്ലേ. ഒരുപക്ഷെ ആ സ്നേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പത്രോസിന് വേണമെങ്കിൽ സാക്ഷി, ഞാൻ അവൻ്റെ കൂടെ ഉള്ളതാണ്, ഞാനും അവൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം തന്നെ പത്രോസിനെ അന്ന് ക്രൂശിക്കാമായിരുന്നു. പക്ഷെ പത്രോസ് അവിടുന്ന് മാറി പോകുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ഒരു വചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ്, കോഴി പോകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറഞ്ഞ ഒരു വചനത്തിൻ്റെ പൂർത്തീകരണമായിരിക്കാം ഒരുപക്ഷെ അത്.
അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വചനം പത്രോസിന്റെ മനസ്സിലേക്ക് കൊണ്ടു കയറുകയാണ്. ഉടനെ അതിനുശേഷം പത്രോസിന്റെ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. പത്രോസ് അവിടെ തകർന്നു പോകുന്നതിനായിട്ട് തൊട്ടുപുറകിൽ താൻ ഒറ്റിക്കൊടുത്തത് എൻ്റെ ഗുരുവിനെയാണല്ലോ ഞാൻ ഒറ്റിക്കൊടുത്തത്, ചുംബനത്താൽ ഒറ്റിക്കൊടുത്തത് എൻ്റെ ഗുരുവിനെയാണെന്ന് പറഞ്ഞ് മനം നൊന്ത് കെട്ടിത്തൂങ്ങി മരിച്ച യൂദാസിനെ കാണുന്നുണ്ട്. പക്ഷേ പത്രോസിനെ കാണുന്നത് തൻ്റെ ഗുരുവിനെ 3 പ്രാവശ്യം ഞാൻ ഒറ്റിക്കൊടുത്ത്, അല്ല 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും തള്ളി പറഞ്ഞിട്ടും എന്നെ സ്നേഹിക്കുന്ന ആ ഗുരുവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് പത്രോസ് ചങ്ക് പൊട്ടി കരഞ്ഞ് മനസ്തപിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈ രണ്ട് ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡുകളെ നമ്മൾ കാണുമ്പോൾ പത്രോസിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് കർത്താവിന് മുമ്പിൽ താൻ ഒരു പാപിയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഹൃദയത്തെ വിശദീകരിക്കുന്ന ഒരു പത്രോസിനെ നമ്മൾ കാണുമ്പോൾ പത്രോസിന്റെ ആ ദൈവത്തോടുള്ള സ്നേഹം എത്ര വലുതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പത്രോസ് ആരെ ഭയന്നിരുന്നു, ആ ഭയന്നിരുന്ന വ്യക്തികളുടെ മുമ്പിൽ പോയി കർത്താവിന് വേണ്ടി ആരുടെ മുമ്പിൽ ഭയന്നു അവരുടെ ഇടയിൽ പോയിട്ട് കർത്താവിന് സാക്ഷി നൽകുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. മരണത്തെ പോലും ഭയപ്പെടാതെ അവസാനം യഹൂദരാല് ക്രൂശിക്കപ്പെടുന്ന പത്രോസിനെ കാണുന്നു. ക്രൂശിക്കപ്പെടുന്ന സമയത്ത് പത്രോസ് പറയുന്നുണ്ട്, എൻ്റെ ഗുരുവിനെ പോലെ ക്രൂശിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ തല കീഴാക്കിക്കൊണ്ട് എന്നെ ക്രൂശിച്ചോളാൻ പറയുന്നുണ്ട്. അത്രമാത്രം ദൈവസ്നേഹത്തിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പരിപൂർണതയിലെത്തിയ പത്രോസിന്റെ ആ ഒരു ദൈവത്തെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു കഥ ഇന്ന് നമ്മളിവിടെ ഓർമ്മിക്കുകയാണ് ഈ തിരുനാൾ ദിവസം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പത്രോസിനെ പോലെ നമ്മളും ജീവിത സാഹചര്യങ്ങളിലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, അവനെ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വേണ്ടി രക്തസാക്ഷിയാകാനും മാത്രമുള്ള ഒരു സ്നേഹം നമ്മൾ ഹൃദയത്തിൽ നിറയ്ക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ നമുക്ക് തരുന്നത്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ആദ്യമേ സാവൂളായി ജീവിച്ച സമയത്ത് ക്രിസ്തുവിനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നടന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അതിന്റെ കടിഞ്ഞാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രധാനിയായി ജീവിച്ച ഈ സാവൂള്, ഒരുപക്ഷെ ദൈവം, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച സാവൂളിനെ ദൈവം തെരഞ്ഞെടുത്തു. ഒരുപക്ഷെ സാവൂളിന്റെ ജീവിതത്തിലുള്ള ആത്മാർത്ഥം കൊണ്ടായിരിക്കും. തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ അതിന്റെ പൂർണ്ണത നിർവഹിക്കാനുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റിനെ ഓർത്തിട്ടായിരിക്കാം ദൈവം തെരഞ്ഞെടുത്തത്. എന്ത് വായിക്കൊള്ളട്ടെ, ഈ സാവൂളിനെ അവൻ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് കുതിരപ്പുറത്ത് നിന്ന് കർത്താവ് പിടിച്ചിരുന്നുണ്ട്. ആ ഒരു യാത്രയിലെ ദൈവാനുഭവം അവന് കിട്ടുന്നുണ്ട്. കർത്താവിനെ ദർശിക്കാനുള്ള ആ ഒരു അനുഭവം അവന് കിട്ടുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മാനസാന്തരം അവിടെ തുടങ്ങുകയാണ്. യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് തന്റെ ജീവിത സാക്ഷ്യം കൊണ്ട്, തന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയ പൗലോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ക്രിസ്തുവിനുള്ള സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാമോ അത്രമാത്രം സ്നേഹിക്കാൻ പറ്റിയ ഒരു വിശുദ്ധനെ നമ്മൾ കാണുന്നത് പൗലോസിന്റെ ജീവിതത്തിലാണ്. കാരണം നമുക്കറിയാം, വിശുദ്ധ പത്രോസ്ലീഹ തന്റെ ജീവിതത്തിലൂടെ കർത്താവിന്റെ രക്തസാക്ഷിയായപ്പോൾ പൗലോസ്ലീഹ താൻ വ്യക്തിപരമായ സ്നേഹത്തിൽ ആഴപ്പെടുന്ന, ആത്മീയതയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സ്ലീഹായിട്ടാണ് നമ്മൾ കാണുന്നത്. വ്യക്തിപരമായ വിശദീകരണം, നമ്മളിലെയും മറ്റുള്ളവരിലെയും, ഞാൻ മറ്റുള്ളവരെ വിശദീകരിക്കുമ്പോൾ എന്നെ തന്നെ വിശദീകരിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സഭയിലെ പൗലോസ്ലീഹ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിത വിശദീകരണത്തെക്കുറിച്ച് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് തന്നെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവെ, ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും അങ്ങയുടെ അടുത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ്ലീഹ പലയിടങ്ങളിലും നമ്മൾ ലേഖനഭാഗങ്ങൾ പലയിടത്തും നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കാണുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാനും മാത്രമുള്ള ഒരു വിശദീകരണം നമുക്ക് ആവശ്യമാണെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ്ലീഹ തന്റെ വ്യക്തി ജീവിതത്തിലൂടെ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാൻ, അത്രമാത്രം സ്നേഹത്തിന്റെ പൂർണ്ണത കൈവരിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എന്നിൽ ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്ന പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കാൻ ആ ചങ്കുറപ്പോടുകൂടി ആത്മാർത്ഥതയോട് പറഞ്ഞ ഒരു സ്ലീഹായെ കാണുന്നുണ്ട്. അത് പൗലോസ്ലീഹയാണ് നമ്മൾ ബൈബിളിൽ കാണാൻ പറ്റുന്നത്. അത്രമാത്രം ദൈവസ്നേഹത്തിൽ നിറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹന്റെ ഈ സ്ലീഹന്മാരുടെ മധ്യസ്ഥയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്നത് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്. ഇവരുടെ ജീവിതം നമ്മൾ തുറന്നു വെക്കുന്നത് വലിയൊരു ഗിഫ്റ്റായിട്ടാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്. അവർ കാണിച്ചു തന്ന ജീവിത വഴിയിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നൊരു ഉറപ്പാണ് അവർ നമുക്ക് തരുന്നത്. നമുക്കറിയാം, ഇവരെ രണ്ടുപേരെ നയിച്ചത് വേറെ ആരുമായിരുന്നില്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ ആ ഒരു അഭിഷേകം അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഈ സ്ലീഹന്മാര് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനും നീയും കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ലഭിച്ചേ മതിയാവും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലായിരിക്കാം നമുക്ക്
ഈ സ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്ലീഹന്മാരോട് നമുക്ക് മാധ്യസ്ഥ അപേക്ഷിക്കാം. ജീവിത സാഹചര്യങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് അഭിഷേകം ഞങ്ങൾക്ക് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവസാനം ഈ സ്ലീഹന്മാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, ഈ സ്ലീഹന്മാരുടെ നിഴലെങ്കിലും അടിച്ചെങ്കിൽ ഈ അടിച്ചാലെങ്കിലും രോഗശാന്തി കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ അവരുടെ മുമ്പിൽ കടന്നു ചെന്നുകൊണ്ടിരുന്നത്. പലരും പല മെറ്റീരിയൽ നീഡ്സിന് വേണ്ടി ഈ സ്ലീഹന്മാരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നതാണ്, സ്വർണ്ണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിൽ ഇല്ല തരാൻ, ഞങ്ങൾക്കുള്ളത് പരിശുദ്ധാത്മാവ് തരുന്നു, ഇന്നാ പിടിച്ചോ പരിശുദ്ധാത്മാവനെന്ന് പറഞ്ഞവർ കടന്നു പോവുകയാണ്. അത് പ്രിയ സഹോദരൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കുറവാണ് നമുക്ക് ഇന്ന് അഭിഷേകമില്ലാതിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്കും മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് അനുഭവം ലഭിക്കാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം. സഭയിൽ ഒരു പൗലോസിലെയും ഒരു പത്രോസ് മാത്രമല്ല ഇനിയും വേണ്ടത്, അനേകം പത്രോസും പൗലോസിലെയും ആയി തീരണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ദൈവം പത്രോസിനെയും പൗലോസിനെയും ഭൂമിയിലേക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നീയും കർത്താവിനെ ഈ പത്രോസിനെയും പൗലോസിനെയും പോലെ വിശുദ്ധ വഴിയിലൂടെ നടന്ന് നമ്മളും ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ ഉള്ള ഒരു സ്വപ്നം കർത്താവ് തൻ്റെ മനസ്സിൽ മെനയുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റൊരു പൗലോസായി ക്രിസ്തുവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ, ക്രിസ്തുവിനെ ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ, മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ, ശരീരം കൊണ്ട് സ്നേഹിക്കാൻ, ജീവിതം കൊണ്ട് മുഴുവനായിട്ട് സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുവാനുള്ള ഒരു വലിയൊരു ഒരുക്കം നമുക്ക് ആവശ്യമാണ് ഈ തിരുനാളിൻ്റെ വേളയിൽ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരോട് മാധ്യസ്ഥ അപേക്ഷിക്കാം. നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സെലസ്, ആ ഒരു തീക്ഷ്ണത ഞങ്ങൾക്ക് തരണമേ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങി തരണമേ, നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ, ആത്മാവിനെ കൊണ്ട് മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, നമ്മളെ അടുത്ത് വരുന്നവർക്ക് ദൈവാത്മാവിനാൽ നിറയ്ക്കപ്പെടുന്നവരാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാളിലെ മംഗളം ഒരിക്കൽ കൂടെ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ദൈവത്തിൻ്റെ എല്ലാ കൃപയും ദൈവത്തിൻ്റെ എല്ലാ സാന്നിധ്യവും നിങ്ങളെ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിവസം ഈ സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെയും അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.